ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ വ്ളോഗ്സ്. എൻ്റെ പേര് അപർണ. അപ്പോൾ എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള എഗ് ബുർജി ആയിട്ടാണ്. എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റി എഗ് ബുർജിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 3 ടീസ്പൂൺ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് 3 മീഡിയം സൈസ് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഉള്ളീൻ്റെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം. പക്ഷെ ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായി വരണം. അപ്പോഴാണ് നമ്മുടെ ഈ എഗ് ബുർജി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. ഞാനിവിടെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് പേസ്റ്റ് ഇട്ടെന്ന് മാത്രം. ഉള്ളിയൊക്കെ ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഏകദേശം കായുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 ചെറിയ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു വലിയ പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. അപ്പോഴാണ് നമ്മളെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടി ചേർക്കുമ്പോൾ ചൂടൊന്ന് കുറച്ചിട്ട് നന്നായിട്ട് 1 മിനിറ്റ് വരെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോഴാണ് ആ മസാലേൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വരുന്നത്. ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 ഉള്ളിക്ക് ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കോഴിമുട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷെ ഞാൻ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കോഴിമുട്ട ഇട്ടതിന് ശേഷം ഞാനൊന്ന് ചൂടൊന്ന് ഒരു മീഡിയത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടൊന്ന് കൂട്ടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഡ്രൈ ആയി ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ഡ്രൈ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ കോഴിമുട്ടയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവണം കോഴിമുട്ട. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഈ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നല്ല സിമ്പിളുമാണ്, അത്ര പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി എഗ് ബുർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും